അപ്പൊ ഇന്ന് നമ്മൾ ചെയിൻ സർവേയിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നോക്കുന്നത്. നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനൊക്കെ കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. അതായത് ക്രോസ് സ്റ്റാഫ് സർവേ, ചെയിൻ സർവേയിൽ നമ്മൾ ക്രോസ് സ്റ്റാഫ് ഉപയോഗിച്ച് ചെയ്യുന്ന സർവേയിലുള്ള ഏരിയ കാൽക്കുലേഷൻ എങ്ങനെയാണ്, അതായത് നമ്മൾ ട്രയാങ്കിൾസും ട്രപ്പിസോയിഡ്സും ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഏരിയ കാൽക്കുലേഷൻ ചെയ്യാറുണ്ടല്ലോ, അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരാറുണ്ടാവുക. അതായത് താഴെ ചെയിനിന്റെ 0 ഇഞ്ച്, ഇവിടെ 0 ഇഞ്ച് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ബേസ് ലൈനിൽ അല്ലെങ്കിൽ ചെയിൻ ഇട്ട ലൈനിൽ കൂടെ എടുത്ത മെഷർമെന്റ്സ് ആണ്. ഇതെല്ലാം മീറ്ററിലാണ്. 25 മീറ്റർ, 48 മീറ്റർ, 56 മീറ്റർ, 82 മീറ്റർ, ലാസ്റ്റ് 100 മീറ്റർ. ഇത്രയും ലെങ്ത് ഉള്ള ഒരു ബേസ് ലൈൻ ആണ് ഇട്ടിട്ടുള്ളത്. ആൻഡ് ഈ 25 മീറ്ററിന്റെ റൈറ്റ് സൈഡിലോട്ട് ഒരു 30 മീറ്റർ ഓഫ്സെറ്റ് എടുത്തിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് ആണ് എടുത്തിട്ടുണ്ടായിരിക്കുക. അത് നമ്മൾ ചെയിൻ ഉപയോഗിച്ചോ ടേപ്പ് ഉപയോഗിച്ചോ ഒക്കെ മെഷർ ചെയ്തിട്ടുള്ള അളവാണ് ഇത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ബേസ് ലൈനിലുള്ള മെഷർമെന്റ്സ് ഒക്കെ നമ്മൾ ചെയിനിലാണ് അളന്നെടുക്കുന്നത്. ആൻഡ് ഈ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഒക്കെ ഉള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അളവുകൾ നമ്മൾ ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് അളന്നെടുക്കാറുള്ളത്. അപ്പൊ ഇതെല്ലാം പെർപെൻഡിക്കുലർ ഓഫ്സെറ്റുകളാണ്. അതായത് ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഈ 25ന്റെ നേരെ ഇപ്പുറത്ത് ഒരു 30 മീറ്റർ ഓഫ്സെറ്റ് ഉണ്ട്. ദെൻ 48ന്റെ ഇപ്പുറത്ത് ഒരു 18 മീറ്ററിന്റെ ഓഫ്സെറ്റ് ഉണ്ട്. 56ന്റെ റൈറ്റ് സൈഡിലോട്ട് 32 മീറ്ററിന്റെ ഓഫ്സെറ്റ് ഉണ്ട്. 82യുടെ ലെഫ്റ്റിലോട്ട് 28 മീറ്ററിന്റെ ഓഫ്സെറ്റ് ഉണ്ട്. ഇതിനെല്ലാം പേരും കൊടുത്തിട്ടുണ്ട്. ഇത് എ, ബി, സി, ഡി, ഇ, എഫ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്ലോട്ട് ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ രണ്ട് ലൈൻസിന്റെ ഇടയ്ക്കാണ് നമ്മൾ ചെയിനിലുള്ള മെഷർമെന്റ്സ് ആഡ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ആയിട്ട് നമ്മൾ ഓഫ്സെറ്റും ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഇത് ഉപയോഗിച്ചിട്ട് ആ പ്ലോട്ടിന്റെ ഒരു ഫിഗർ നമുക്ക് ജസ്റ്റ് റഫ് ആയിട്ടൊന്ന് വരച്ചു നോക്കാം. ഇത് പ്രകാരം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് കിട്ടുന്നത് നോക്കിയോട്ടോ. ഞാൻ ഈ 0 മുതൽ 25 വരെ ഞാൻ ഇതിങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ ബേസ് ലൈൻ നീട്ടി വരയ്ക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഇത് ഇങ്ങനെ നീട്ടി വരച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ഈ 25 മീറ്ററിന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്, 30 മീറ്ററിലോട്ട്. ആൻഡ് 48ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. 56ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പൊ ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ തന്നിരിക്കുന്ന ഫിഗർ തന്നെ ഇത് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് വരയ്ക്കേണ്ട ഒരു ഇമേജ് ആണ്. പക്ഷെ ഇതിനെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ ഞാൻ ഇതിൽ തന്നെ അത് വരച്ച് കാണിക്കാം. ആ നെക്സ്റ്റ് ഈ 30 മീറ്ററും നമ്മൾ 0 ഇഞ്ചിലോട്ട് കണക്ട് ചെയ്യുന്നു. ഈ 30 മീറ്ററും 32 മീറ്ററും നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇവിടുന്ന് ഈ 100ലോട്ട് ഞാൻ കണക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് 100ന് 28ലോട്ട്, ദെൻ ഇങ്ങോട്ട്, ദെൻ ഫൈനലി ഇതേ ഇങ്ങോട്ട് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഷേപ്പിലാണ് നമുക്ക് നമ്മുടെ ഫിഗർ കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ടിന്റെ ചിത്രം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായിരിക്കും. ഇതിലിപ്പോ ഞാൻ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ, 2 ട്രപ്പീസോയിഡ്സ്, എഗെയിൻ ട്രയാങ്കിൾ, ട്രയാങ്കിൾ. അപ്പോൾ ഈ സർവേന്റെ പ്രത്യേകത, ക്രോസ് സ്റ്റാഫ് സർവേയിൽ നമ്മൾ ഏരിയ കണ്ടെത്തുന്നത് ആ പ്ലോട്ടിനെ നമ്മൾ ട്രയാങ്കിൾസും, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസും ട്രപ്പീസോയിഡ്സും ആക്കി തരംതിരിച്ചിട്ടാണ്. അപ്പൊ പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് എന്നാണല്ലോ നമ്മൾ സർവേയുടെ പ്രിൻസിപ്പിൾ പറയാറുള്ളത്. അപ്പൊ ഈ ഒരു ഹോൾ ഏരിയനെ നമ്മൾ പാർട്ടാക്കി തിരിച്ചു. ഇനി സെപ്പറേറ്റ് ഓരോ പോർഷന്റെ ഏരിയ, ഈ ഒരു ട്രയാങ്കിളുടെ ഏരിയ നമ്മൾ സെപ്പറേറ്റ് കണ്ടെത്തും, ഈ ട്രയാങ്കിളുടെ ഏരിയ നമ്മൾ സെപ്പറേറ്റ് കണ്ടെത്തും, ഈ ട്രപ്പീസോയിഡ്സിന്റെ ഏരിയ സെപ്പറേറ്റ് കണ്ടെത്തും. അങ്ങനെ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് കണ്ടെത്തിയതിനു ശേഷം അത് ടോട്ടൽ ആഡ് ചെയ്തിട്ടാണ് ആ പ്ലോട്ടിന്റെ മൊത്തം ഏരിയ നമ്മൾ കണ്ടെത്തിയെടുക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെയും അതുപോലെ തന്നെ ഒരു ട്രപ്പീസോയിഡിന്റെയും ഏരിയ കണ്ടെത്തേണ്ട ഇക്വേഷൻസ് നമുക്ക് ഫസ്റ്റ് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കിയേ, അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇതാണ് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ? ഇതിലുള്ള ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പ്രത്യേകത. അപ്പം ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബേസ്, ഈ ബേസ് ലെങ്ത് ആണ് ബി ആയിട്ട് കൊടുക്കുന്നത്. എച്ച് എന്ന് പറയുന്നത് അതിന്റെ ഹൈറ്റ് ആണ്. ഈ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും. ഇനി അതുപോലെ തന്നെ അതിലുള്ള മറ്റൊരു ഭാഗമാണ് ട്രപ്പീസോയിഡ്. അപ്പൊ ഈ ട്രപ്പീസോയിഡിന്റെ പ്രത്യേകത 2 പാരലൽ സൈഡ്സ് ഉണ്ടായിരിക്കും ആൻഡ് ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡ് ഉണ്ടായിരിക്കും. മറ്റേ സൈഡ് എങ്ങനെയെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പം ഇതിന്റെ ഈ ഒരു പാരലൽ സൈഡ്സ് നമ്മൾ എയും ബി ആയിട്ട് എടുക്കും, ഹൈറ്റിനെ നമ്മൾ എച്ച് ആയിട്ട് എടുക്കും. അപ്പൊ അത് പ്രകാരം ട്രപ്പീസോയിഡിന്റെ ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് h/2, അതായത് ഹൈറ്റിന്റെ പകുതി ഇൻറ്റു a പ്ലസ് ബി, 2 സൈഡുകൾ ആഡ് ചെയ്തത്. അപ്പൊ 2 സൈഡുകൾ ആഡ് ചെയ്തതിനോട് നമ്മൾ ഹൈറ്റിന്റെ പകുതിയായിട്ട് ഗുണിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ട്രപ്പീസോയിഡിന്റെ ഏരിയയും കിട്ടും. ഇനി നമുക്ക് നമ്മൾ തന്നിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യനിലുള്ള ഓരോ ട്രയാങ്കിളിന്റെയും, അപ്പൊ ഇതെല്ലാം ഇതിൽ തന്നിരിക്കുന്ന എല്ലാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ്, പെർപെൻഡിക്കുലർ ഓഫ്സെറ്റുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതും ട്രപ്പീസോയിഡ്സിന്റെ ഏരിയയും സെപ്പറേറ്റ് കണ്ടെത്തിയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം.
അപ്പൊ ഫസ്റ്റ് ഞാൻ നേരത്തെ നമ്മൾ നോക്കിയിട്ടുള്ള ഈ ചിത്രം ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് വരച്ചു കഴിഞ്ഞാൽ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ചിത്രം ഒന്നും കൂടെ ഞാനൊരു വൃത്തിയായിട്ട് വരച്ച് കാണിക്കാം. ജസ്റ്റ് നോക്കൂ കേട്ടോ. ഇതാണ് ബേസ് ലൈന്. ഒരു എൻഡ് എ, മറ്റേ എൻഡ് നമ്മൾ ഡി എന്ന് പേര് കൊടുത്തു. ഇനി ഇവിടെ അതിന്റെ 0 എൻഡ് ആണ്. ചെയിനിന്റെ 0 എൻഡ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് നമ്മളടുത്ത് പറഞ്ഞത് ഒരു 25 മീറ്ററിൽ ആണ് 25 മീറ്ററിന്റെ പോയിന്റ്. അവിടെ നിന്ന് റൈറ്റിലോട്ട് ഒരു 30 മീറ്ററിന്റെ ഓഫ്സെറ്റ് ഉണ്ട്. 30 മീറ്ററിന്റെ ഓഫ്സെറ്റ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് എഗെയിൻ ഒരു 48 മീറ്ററിൽ ഇങ്ങോട്ടേക്ക് ഒരു 18 മീറ്ററിന്റെ ഓഫ്സെറ്റ് ഉണ്ട്. എഗെയിൻ 56 മീറ്ററിൽ റൈറ്റ് സൈഡിലോട്ട് ഒരു 32 മീറ്ററിന്റെ ഓഫ്സെറ്റ് ഉണ്ട്. എഗെയിൻ 82 മീറ്ററിൽ ലെഫ്റ്റിലോട്ട് 28 മീറ്ററിന്റെ ഒരു ഓഫ്സെറ്റും ഉണ്ട്. ഇങ്ങനെയാണ് അത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ ഫൈനലി ആണ് നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കേണ്ടത് കേട്ടോ ഈ ഫിഗറിന്. നമുക്ക് ഇങ്ങനെ ഒരു ഇമേജ് ആണ്, ആ പ്ലോട്ടിന്റെ ചിത്രം നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും. ലാസ്റ്റ് ഇവിടെ 100 മീറ്ററുമാണ്, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ചിത്രം കിട്ടും ആ ഒരു പ്ലോട്ടിന്റെ. നമുക്ക് പേര് കൊടുക്കാം. ഇവിടെ എ, ബി, സി, ഡി, ഇ, എഫ്. അപ്പൊ ഇങ്ങനെയാണ് ആ പ്ലോട്ട് ഇരിക്കുന്നത്. ഇനി ഞാൻ ഇതിലുള്ള ട്രയാങ്കിൾ നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലുള്ള ഓരോ ട്രയാങ്കിൾസിനും പേര് കൊടുക്കുകയാണ്. ഇതെന്റെ ട്രയാങ്കിൾ നമ്പർ 1, ട്രയാങ്കിൾ നമ്പർ 2, ട്രയാങ്കിൾ നമ്പർ 3 ആൻഡ് ട്രയാങ്കിൾ നമ്പർ 4, 4 എണ്ണം. ആൻഡ് ട്രപ്പീസോയിഡ് 1, ട്രപ്പീസോയിഡ് 2. അപ്പൊ നമുക്ക് ഓരോന്നിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഒന്നും കൂടെ മനസ്സിലാവും. അത് നിങ്ങൾ എഴുതുമ്പോഴും അങ്ങനെ തന്നെ എഴുതിയാൽ മതി കേട്ടോ എക്സാമിനൊക്കെ വരുമ്പോൾ. ഇനി നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സെൻട്രൽ കൂടെ പോകുന്നതാണ് നമ്മുടെ ബേസ് ലൈൻ അല്ലെങ്കിൽ ചെയിൻ ലൈൻ. ഈ ഇതിലൂടെ ആയിരിക്കും നമ്മൾ എന്തിടുക, നമ്മുടെ ചെയിൻ ഇടുന്നത്. അതിനാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പ്ലോട്ടിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഡയഗണൽ കൂടെയാണ് നമ്മൾ എപ്പോഴും ചെയിൻ ഇടുന്നത്. അപ്പൊ ഇതാണ് ചെയിൻ ലൈൻ. അപ്പൊ ഇതിലെടുക്കുന്ന മെഷർമെന്റ്സ് ഒക്കെ അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് പ്രാക്ടിക്കലിനൊക്കെ ആണെങ്കിൽ നമുക്ക് വൈവായിട്ടൊക്കെ ചോദിക്കാം. നമ്മൾ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ലൈൻ ബേസ് ലൈൻ ആയിരിക്കും. അതാണ് നമ്മൾ അക്യുറേറ്റ് ആയിട്ട് മെഷർമെന്റ് എടുക്കേണ്ടത്. അപ്പൊ ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ കൊടുത്തിരിക്കുന്നതെല്ലാം ചെയിനിൽ എടുത്തിട്ടുള്ള മെഷർമെന്റ്സ് ആണ്. അപ്പം ഇവിടെയാണ് 0 ഉള്ളത്. അപ്പൊ ഈ 0 മുതൽ ഇവിടെ 25 മീറ്റർ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഈ 0 തൊട്ട് ഇവിടെ വരെയുള്ള അളവാണ് എന്ത് 25 മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 48 എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ 0 മുതൽ ഇവിടെ വരെയുള്ള അളവിനെയാണ് 48 മീറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ 56 മീറ്റർ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ 0 മുതൽ ഇവിടെ വരെയുള്ള ഈ മൊത്തം ഡിസ്റ്റൻസ് ആണ് 56 മീറ്റർ. ഇനി 82 എന്ന് എഴുതിയിരിക്കുന്നത് എന്താ, ഈ 0 മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 82 മീറ്റർ. ആൻഡ് 100 മീറ്റർ എന്ന് പറയുന്നത് ഈ 0 മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 100 മീറ്റർ. അത് മറക്കരുത് നിങ്ങൾ, അത് തെറ്റിക്കാണ്ട് ഓർത്ത് വെക്കണം. നെക്സ്റ്റ് ഇവിടെ ഇങ്ങോട്ടുള്ള ഓപ്സെറ്റുകൾ നമ്മൾ ടെൻഷൻ ആവേണ്ട. ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 30 മീറ്റർ, ഇവിടെ 18 മീറ്റർ, ഇവിടെ 32 മീറ്റർ, ഇവിടെ 28 മീറ്റർ. അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഈ ചെയിനിൽ എടുക്കുന്ന അളവുകൾ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ സെപ്പറേറ്റ് നമുക്ക് ഓരോന്നിന്റെയും ഏരിയ കണ്ടെത്താം. ഞാൻ ഓരോ ട്രയാങ്കിൾസും സെപ്പറേറ്റ് വരച്ചിട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ട്രയാങ്കിൾ ആണ് കേട്ടോ. ഈ 1 എഴുതിയിട്ടുള്ള ഫസ്റ്റ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഷേപ്പ് അതിവിടെ വരയ്ക്കാം. നോക്കിക്കേ, ഇങ്ങനെ ഉണ്ടാവും അല്ലേ. ഇതാണ് ആ ട്രയാങ്കിൾ, ഫസ്റ്റ് ട്രയാങ്കിൾ കണ്ടോ ഇത്. അപ്പൊ ഇതിന്റെ ഇവിടെ 0 ആണ്, ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 25 ആണ്. ഇവിടെ 0, ഇവിടെ 25. നെക്സ്റ്റ് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് 30 മീറ്റർ ആണ്. പക്ഷെ ഞാൻ ആ 30 മീറ്ററും ഇവിടെ എഴുതുന്നു. ഇനി നമ്മൾ എന്താണ് ഒരു ട്രയാങ്കിളിന്റെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ 1 ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്, ഈക്വൽ ടു അതിന്റെ ഇക്വേഷൻ എഴുതുന്നു ഹാഫ് ബി എച്ച്. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്നുള്ളതാണ് ഇക്വേഷന്. അപ്പൊ ഞാൻ ഹാഫ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഈ ബേസ് ഡിസ്റ്റൻസ് 30 മീറ്റർ ഇൻറ്റു ഹൈറ്റ് 25. ഇതിനിപ്പോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുക്കുന്നൊന്നും വിചാരിച്ച പ്രശ്നമില്ല കേട്ടോ. നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും ആൻസർ കിട്ടുന്നത്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 375 മീറ്റർ സ്ക്വയർ ആണ്. ഈ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കണ്ടെത്തി എത്രയാ, 375 മീറ്റർ സ്ക്വയർ ആണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ട്രയാങ്കിളിനെ നോക്കാം. രണ്ടാമത്തെ ട്രയാങ്കിൾ ആണ് നോക്കുന്നത്. ഇതാണ് കേട്ടോ രണ്ടാമത്തെ ട്രയാങ്കിൾ ആയിട്ട് ഞാൻ എടുക്കുന്നത് ഇതാണ്. അപ്പൊ നോക്കുക നിങ്ങൾ,
ഇതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഇതാ ഇവിടെ 0 ആണ്, ഇവിടെ 48 ആണ്, ഞാൻ ഇങ്ങോട്ടേക്ക് 18 മീറ്റർ. അപ്പൊ ഞാൻ അതേ ഷേപ്പിൽ തന്നെ ഒന്ന് വരയ്ക്കാം, നോക്കൂ കേട്ടോ. ഇങ്ങനെയാണ് ട്രയാങ്കിൾ ഷേപ്പ് വരുന്നത് അല്ലെ. ഇവിടെ 0 ഉണ്ട് ആൻഡ് ഇവിടെ 48 ഉണ്ട്. അപ്പൊ മൊത്തം ഇതിന്റെ നീളം എന്ന് പറയുന്നത് 48 മീറ്റർ ആയിരിക്കും. ഇങ്ങോട്ടേക്കുള്ള നീളം 18 മീറ്റർ ആണ്. അപ്പൊ അതിവിടെ 18 മീറ്റർ എന്ന് കൊടുക്കും. നമുക്ക് സോൾവ് ചെയ്യാം. ഏരിയ അല്ലെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ 2, രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. അപ്പൊ സെയിം ഇക്വേഷൻ, ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അപ്പൊ ഇവിടെ എത്ര വരും? ഹാഫ് ഇൻറ്റു ബേസ് 18 എടുത്തു, 18 ഇൻറ്റു ഹൈറ്റ് എത്ര വരും? 48 നമ്മൾ എടുത്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 432 മീറ്റർ സ്ക്വയർ ആണ്. 432 മീറ്റർ സ്ക്വയർ ആണ് രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് അതുപോലെ തന്നെ നമുക്ക് മൂന്നാമത്തെ ട്രയാങ്കിൾ നോക്കാം. ഇതാണ് മൂന്നാമത്തെ ട്രയാങ്കിൾ കേട്ടോ. അപ്പം ഇതിന്റെ ഷേപ്പിൽ ഞാൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം. മൂന്നാമത്തെ ട്രയാങ്കിൾ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ ഈ എൻഡില് 56 മീറ്ററും ഇത് മൊത്തം എടുക്കണമല്ലോ, നമ്മൾ ഇത്രയും എടുക്കണം. ഇതാണ് ആ ഫുൾ ട്രയാങ്കിൾ. ഇങ്ങനെ പോകുന്നതാണ് ആ ഫുൾ ട്രയാങ്കിൾ. അപ്പൊ ഇവിടെ 56ഉം ഇവിടെ 100ഉം ആണ്. ഞാനിവിടെ 56 എഴുതി, ഇവിടെ 100 എഴുതി. ഇനി ഇതിൽ ഡൗട്ട് ഒന്നും വേണ്ട, 32 മീറ്റർ തന്നെയാണ്. ഇങ്ങോട്ടേക്കുള്ള അളവ് 32 മീറ്റർ. ഇവിടെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് ഈ ഹൈറ്റ് നമ്മൾ ആദ്യം കണ്ടെത്തണം. ഈ ഹൈറ്റ് അപ്പൊ അതെങ്ങനെ കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. മേലെ 100ഉം താഴെ 56ഉം ആണ്. ഈ 100ന്ന് 56 കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഹൈറ്റ് കിട്ടും അല്ലെ. അപ്പൊ നമുക്കത് നമ്മളിപ്പോ ഹൈറ്റ് കണ്ടെത്താൻ പോവാണ്. അപ്പൊ 100 മൈനസ് 56 ചെയ്യുമ്പോൾ നമുക്ക് 44 മീറ്റർ അതിന്റെ ഹൈറ്റ് കിട്ടും. ഇതാണ് അതിന്റെ ഹൈറ്റ് ഭാഗം. ഇനി നമുക്ക് ഏരിയ കണ്ടെത്താം. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. അപ്പോ ഹാഫ് ഇൻറ്റു ബേസ് നമ്മൾ ഇതെടുത്തു 32 മീറ്റർ, 32 ഇൻറ്റു ഹൈറ്റ് ഇപ്പൊ നമുക്ക് കിട്ടി 44 മീറ്റർ. 32 ഇൻറ്റു 44 നമ്മൾ ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 704 മീറ്റർ സ്ക്വയർ ആണ്. അപ്പം ഈ തേർഡ് ട്രയാങ്കിളിന്റെ ഏരിയ, മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കണ്ടെത്തി. ഇതിങ്ങനെ വരാനുള്ള റീസൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ ഈ ഹൈറ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ 100ഉം ഇവിടെ 56ഉം ആണ്. അപ്പൊ ഈ 100ന് 56 കുറച്ചാൽ നമുക്ക് ഈ ഹൈറ്റ് കിട്ടും. ഇവിടെ ഒന്നും ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല, കാരണം ഒരേ എൻഡിൽ 0 ആയിരുന്നു. അപ്പൊ നമുക്ക് ആ പ്രശ്നം വന്നില്ല. ഇവിടെ പക്ഷെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് മൈനസ് ചെയ്താൽ മാത്രമേ ഈ ഹൈറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ലാസ്റ്റ് ട്രയാങ്കിൾ ഈ കുഞ്ഞു ട്രയാങ്കിൾ അല്ലെ, ഈ ഒരു നാലാമത്തെ ട്രയാങ്കിൾ. അപ്പം ഇവിടെ 82 ആണ്, ഇവിടെ 100 ആണ്. അതിന്റെ ഏരിയ ഫിഗർ ഞാനൊന്ന് വരച്ചു കാണിക്കാം. ഇങ്ങനെയായിരിക്കും വരുന്നത് അല്ലെ. ഇവിടെ 82, ഇവിടെ 100, ഇങ്ങോട്ടേക്ക് 28 മീറ്റർ. അപ്പൊ ഇവിടെ നമ്മൾ ഈ എച്ച് എത്രയാന്നുള്ളത് കണ്ടെത്തണം, ഈ ഹൈറ്റ് എത്രയാന്നുള്ളത് കണ്ടെത്തണം. അപ്പൊ ഇവിടെ 100ഉം ഇവിടെ 82 ആണല്ലോ. അപ്പൊ എന്ത് ചെയ്താൽ മതി? 100ന്ന് 82 മൈനസ് ചെയ്യാം. 100 മൈനസ് 82 ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 18 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഈ ഹൈറ്റ് 18 മീറ്റർ ആണ് വരുന്നത്. ഇനി നമുക്ക് ഏരിയ കണ്ടെത്താം. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് അല്ലേ. ബി നമ്മൾ 28 എടുത്തു, ഇൻറ്റു എച്ച് നമ്മളിപ്പോൾ കിട്ടിയ 18 എടുത്തു. അപ്പൊ മൊത്തം 252 മീറ്റർ സ്ക്വയറിന് ചെയ്യും. ഇത് ഗുണിക്കാൻ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഇതിനെ തമ്മിൽ ഗുണിക്കുക, എന്നിട്ട് അതിന്റെ പകുതി എടുത്താൽ മതി. ഹാഫ് കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി എടുക്കുക എന്നുള്ളതാണ് മീനിങ്. 28ഉം 18ഉം ഗുണിക്കാം, അതിന്റെ പകുതി എടുക്കാം. അപ്പൊ 252 മീറ്റർ സ്ക്വയറിന് കിട്ടും. അപ്പൊ നമ്മൾ ഇതിലുള്ള 4 ട്രയാങ്കിൾസിന്റെയും ഏരിയ സെപ്പറേറ്റ് കണ്ടെത്തി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് 2 ട്രപ്പീസോയിഡ്സും കൂടെ നമുക്കുണ്ട്. അപ്പൊ ഈ 2 ട്രപ്പീസോയിഡ്സിന്റെയും കൂടെ ഏരിയ നമുക്ക് കണ്ടെത്താം. അപ്പൊ ആദ്യം ഫസ്റ്റ് ട്രപ്പീസോയിഡിന്റെ ഏരിയ കണ്ടെത്താം. അതിന്റെ ഫിഗറും ഞാനൊന്ന് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെയായിരിക്കും അതിന്റെ ഒരു ചിത്രം വരിക. അതായത് ഇവിടെ ഈ എൻഡിൽ 25, ഈ എൻഡിൽ 56. അപ്പം ഇവിടെ 25 വന്നു, ഇവിടെ 56 വന്നു. നെക്സ്റ്റ് ഇങ്ങോട്ടേക്കുള്ള ഓപ്സെറ്റ് 32, ഇങ്ങോട്ടേക്കുള്ള ഓപ്സെറ്റ് 30 മീറ്റർ. ഇവിടെ 32, ഇവിടെ 30. നമുക്ക് കണ്ടെത്തേണ്ട ഇതിന്റെ ഏരിയ ആണ്. ഇതിൽ ഒരു സൈഡ് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഈ സൈഡാണ് നമ്മൾ എച്ച് ആക്കിയിട്ട് എടുക്കുന്നത്. ഈ 2 സൈഡാണ് ഒന്ന് എയും ഒന്ന് ബിയും ആക്കിയിട്ട് എടുക്കുന്നത് അല്ലെ. ഇവിടെ അല്ലേ കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഭാഗം, ഈ ഭാഗം തന്നെയായിരിക്കും എച്ച് വരുന്നത്. ഇവിടെയാണ് എച്ച്. ഇത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ചരിവുണ്ട്, അപ്പൊ ഇത് ഒരിക്കലും എച്ച് ആവത്തില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഏരിയ ആണ് ഇക്വേഷൻ. ഇതിലും നിങ്ങൾ എഴുതണം ഏരിയ ഓഫ് ട്രപ്പീസോയിഡ്
ട്രപ്പീസോയിഡ് 1 കൊടുക്കണേ പേര്. എന്നിട്ട് എഴുതാം ഇക്വേഷൻ h/2 ഇൻറ്റു a പ്ലസ് ബി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഈ h ആദ്യം നമ്മൾ കണ്ടെത്തണം. h കണ്ടെത്താൻ എന്ത് ചെയ്യണം? ഇവിടെയാണല്ലോ h വരുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ 56ന് 25 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് h കിട്ടും. 56 മൈനസ് 25 ചെയ്യുമ്പോൾ നമുക്ക് 31 മീറ്റർ ആയിട്ട് അതിന്റെ h വരും. ഇനി ഏരിയ കണ്ടെത്താലോ, h/2. അപ്പൊ 31/2 ഇൻറ്റു a എന്ന് പറയുന്നത് ഈ സൈഡ്, ബി എന്ന് പറയുന്നത് ഈ സൈഡ്. അപ്പോൾ 30 പ്ലസ് 32. ആദ്യം ഇതിന്റെ പകുതി കണ്ടെത്താം. കിട്ടുന്ന ആൻസറിന് ഇത് രണ്ടും ആഡ് ചെയ്തതായിട്ട് ഗുണിക്കാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടുക 961 മീറ്റർ സ്ക്വയർ. ഇതാണ് ഈ ഫസ്റ്റ് ട്രപ്പീസോയിഡിന്റെ ഏരിയ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് ഈ സെക്കൻഡ് ട്രപ്പീസോയിഡിന്റെ ഏരിയ കണ്ടെത്താം. സെയിം പോലെ തന്നെ ഇതിന്റെ ഒരു ഫിഗർ ഞാൻ ആദ്യം വരയ്ക്കുന്നുണ്ട്. ഇവിടെയാണ് പെർപെൻഡിക്കുലർ സൈഡ് വരുന്നത്. ഇങ്ങോട്ടേക്ക് 18 മീറ്ററും ആൻഡ് ഇങ്ങോട്ടേക്ക് 28 മീറ്റർ. ഇങ്ങനെ വരും. ഇവിടെ 48 മീറ്റർ ഉണ്ട്, ഇവിടെ 82 മീറ്റർ ഉണ്ട്. ഇങ്ങോട്ടേക്ക് 18 മീറ്റർ, ഇങ്ങോട്ടേക്ക് 28 മീറ്റർ. അപ്പൊ നമുക്ക് ഇവിടെയാണ് h വരുന്നത്. h നമ്മൾ കണ്ടെത്തണം. h കണ്ടെത്താൻ എന്ത് ചെയ്യണം? h ഈക്വൽ ടു 82 മൈനസ് 48 ചെയ്യുന്നു. അപ്പൊ നമുക്ക് h കിട്ടുന്നത് 34 മീറ്റർ ആയിട്ടാണ് കിട്ടുന്നത്. ഇനി ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഹാഫ് ഇൻറ്റു h/2 ഇൻറ്റു a പ്ലസ് ബി. ഇതാണല്ലോ ഇക്വേഷൻ. h എന്ന് പറയുന്നത് 34/2 ഇൻറ്റു a എന്ന് പറയുന്നത് ഈ സൈഡ്, b എന്ന് പറയുന്നത് ഈ സൈഡ്. അപ്പം 18 പ്ലസ് 28 വരും. ഫൈനൽ ആൻസർ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 782 മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ മൊത്തം എല്ലാ ആൾക്കാരുടെ ഏരിയ നമ്മൾ കണ്ടെത്തി. ഈ 4 ട്രയാങ്കിൾസിന്റെ ഏരിയ കണ്ടെത്തി, 2 ട്രപ്പീസോയിഡ്സിന്റെ ഏരിയ നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടാൻ എന്ത് ചെയ്യണം? ഈ ഓരോ കണ്ടെത്തിയതിനെ നമ്മൾ സെപ്പറേറ്റ് കണ്ടെത്തിയതിനെ മൊത്തം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഏരിയ നമുക്ക് കിട്ടും. ഈ ഒരു ഫുൾ പോർഷന്റെ ഈ ഒരു പ്ലോട്ടിന്റെ ഏരിയ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഓരോ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ ആഡ് ചെയ്ത് നോക്കാൻ പോവാണ്. 4 ട്രയാങ്കിൾസ് ഉണ്ടായിരുന്നു, അതിന് കണ്ടെത്തിയ ഏരിയയും 2 ട്രപ്പീസോയിഡ്സിന്റെ ഏരിയയും ടോട്ടൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3506 മീറ്റർ സ്ക്വയർ ആണ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ ആഡ് ചെയ്ത് നോക്കണം. ആഡ് ചെയ്ത് നോക്കുമ്പോൾ 3506 മീറ്റർ സ്ക്വയറിന് കിട്ടും. സാധാരണ നമ്മൾ സെന്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് എഴുതാറുള്ളത്. മീറ്റർ സ്ക്വയറിനെ നമ്മൾ എങ്ങനെ സെന്റിലേക്ക് കൺവേർട്ട് ചെയ്യും? മീറ്റർ സ്ക്വയറിൽ കിട്ടിയ ആൻസറിനെ, അതായത് നമ്മൾ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസറിനെ 40.47 എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് എത്ര സെന്റ് ഉണ്ട് എന്നുള്ളത് കിട്ടും. കണ്ടോ? 86.63 സെന്റ് ആണ് ആ പ്ലോട്ടിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഈ പോർഷൻ മനസ്സിലായല്ലോ. മൊത്തം എല്ലാ ഏരിയാസും നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് മൊത്തം 3506 മീറ്റർ സ്ക്വയർ ആണ് കിട്ടിയത്. അതിനെ സെന്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 40.47 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. നമുക്ക് ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഈ ഒരു പ്ലോട്ടിന്റെ ഏരിയ ആണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തത്? കണ്ടെത്തി എടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ തന്ന ഒരു ഫിഗറിനാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇതിന്റെ ഫൈനൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതെല്ലാവരും നിർബന്ധമായിട്ടും പഠിക്കണം. കഴിഞ്ഞ എക്സാമിന്, പ്രാക്ടിക്കൽ എക്സാമിന് വന്നത് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇങ്ങനെ വാല്യൂസ് തന്നിട്ട് അതിന്റെ ആ പ്ലോട്ടിന്റെ ഏരിയ, ഫൈനൽ ഏരിയ കണ്ടെത്താൻ പറഞ്ഞു. ചില സമയത്ത് നമ്മളിത് ഫീൽഡിൽ ചെയ്തിട്ടായിരിക്കും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ചില കേസസിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഡയറക്റ്റും വാല്യൂസ് തന്നിട്ട് വരാറുണ്ട്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.